ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഫബിൾ. നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയാണ്. സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റീപ്രൊഡക്ഷനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സിന്റെയും അതുപോലെ തന്നെ അനിമൽസിലെ ഹ്യൂമൻസിന്റെയും റീപ്രൊഡക്ഷനെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അവിടെ പലതരത്തിലുള്ള ഓർഗനിസവും അവയിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡിന്റെയും ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. ഫസ്റ്റ് അവിടെ ടപ്പിയോക്ക കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ടപ്പിയോക്കയിൽ സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ബ്രയോഫില്ലാണ്, ബ്രയോഫില്ലത്തിൽ ലീവ്സിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. ദെൻ ബാക്ടീരിയയുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈനറി ഫിഷനാണ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണായി മാറുന്നു, ആ ഓരോ സെല്ലും പുതിയൊരു ഓർഗനിസമായിട്ട് മാറുന്നു. അതാണ് ബൈനറി ഫിഷൻ. ദെൻ ഫംഗസ് ആണ്. ഫംഗസിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്പോർസ് ആണ്. മൈന്യൂട്ട് ആയിട്ടുള്ള സെൽസിനെയാണ് സ്പോർസ് എന്ന് വിളിക്കുക. ആ ഒരു മെത്തേഡാണ് ഫംഗസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പ്ലനേറിയാണ്. പ്ലനേറിയ എന്ന് പറയുന്നതിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡ് റീജനറേഷൻ ആണ്. ഒരു ഓർഗനിസത്തിന്റെ ബോഡി പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും, പല പീസസ് ആയിട്ട് മാറി ഓരോ പീസും ഒരു പുതിയ ഓർഗനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് റീജനറേഷൻ. ദെൻ നെക്സ്റ്റ് വൺ പ്ലാസ്മോഡിയാണ്. പ്ലാസ്മോഡിയത്തിലെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫിഷനാണ്. പ്ലാസ്മോഡിയത്തിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് മൾട്ടിപ്പിൾ ഫിഷനാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ്റ്റ് ആണ്. ഈസ്റ്റിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ബഡ്ഡിംഗ് ആണ്. ഓക്കെ. ദെൻ കറി ലീഫ് ആണ്. കറി ലീഫിൽ റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. ഇതിൽ കറി ലീഫ് പ്ലാന്റ്, ടപ്പിയോക്ക, ബ്രയോഫില്ലം, അതുപോലെ തന്നെ ഫംഗസിലുള്ള സ്പോർസ്, അതൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതൊരു ഓർമ്മ കിട്ടാൻ, അതൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനാണ് അതും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കൂടാതെ തന്നെ വേറെ കുറേ പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കുന്നുണ്ട്. അപ്പം അന്നത്തേൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ. നമുക്കപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. You have already learned about the different modes of reproduction in various organisms in earlier classes. Right. Analyze the illustration and complete the given table 18.1. അപ്പോൾ ഈ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കിയിട്ട് അപ്പുറത്തെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്? ആ ടേബിളിൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷനും എക്സാമ്പിൾസും ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന എക്സാമ്പിൾ ബ്രയോഫില്ലും സാൻസിവേരിയയാണ്. ബ്രയോഫില്ലും സാൻസിവേരിയയും നമുക്കറിയാം എന്ത് പ്ലാന്റ് ചെയ്താലാണ് പുതിയ ചെടികൾ ഉണ്ടാവുക. ബ്രയോഫില്ലത്തിലും സാൻസിവേരിയയിലും നമ്മൾ ലീഫാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം? ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദി ലീഫ്. അവിടെ പുതിയ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത് ലീഫിൽ നിന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ വരുന്നത് ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദി റൂട്ട്. റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നതിന് എക്സാമ്പിൾസ് ആണ്. റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതിന് എക്സാമ്പിളാണ് കറി ലീഫ് പ്ലാന്റും ബ്രെഡ് ഫ്രൂട്ട് പ്ലാന്റും. കറി ലീഫ് പ്ലാന്റ് നമുക്കറിയാം, നമ്മുടെ കറിവേപ്പില, അതുപോലെ തന്നെ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കടച്ചൊക്കെയാണ്. ഇത് രണ്ടിലും റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടപ്പിയോക്ക, റോസ്, ഹിബിസ്കസ്, ഷുഗർ കെയിൻ ആണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം എങ്ങനെയാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്? ഇവിടെയെല്ലാം ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദി സ്റ്റെം ആണ്. സ്റ്റെം കട്ടിങ്ങിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പുതിയൊരു കാര്യമാണ്. അപ്പം ഇത്രയും പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇനി അമീബ, പാരമീസിയം, യുഗ്ലീന അങ്ങനെയുള്ള മൈക്രോ ഓർഗനിസത്തിലെ റീപ്രൊഡക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദ സെൽസ് ഡിവൈഡ്സ് ആൻഡ് ബിക്കംസ് ടു ഓർഗനിസം. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ സെല്ല് എന്ത് ചെയ്യുന്നു? സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നു. ദെൻ ആ ഓരോ സെല്ലും ഒരു ഓർഗനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് അമീബയിലൊക്കെ കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ പ്ലാസ്മോഡിയാണ്. പ്ലാസ്മോഡിയത്തിന്റെ റീപ്രൊഡക്ഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് സെൽസ് ഇൻ ഓർഗനിസംസ് ലൈക്ക് പ്ലാസ്മോഡിയം ഡെവലപ്പ് എ തിക്ക് ഔട്ടർ കവറിംഗ്. അതായത് പ്ലാസ്മോഡിയം പോലെയുള്ള ജീവികളിൽ എന്ത് ചെയ്യും? അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ, അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യമാണ്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അവ അതിൻ്റെ സെൽസിന് ചുറ്റും ഒരു ഹാർഡായിട്ടുള്ള കോട്ടിംഗ് ഉണ്ടാക്കും. ഓക്കെ. സെല്ലിന് ചുറ്റും ഒരു ഹാർഡായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഔട്ടർ കവറിംഗ് ഡെവലപ്പ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും? ദ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ഡിവൈഡ് ഇൻ ടു സെവറൽ പാർട്സ്.
അപ്പോൾ ആ തിക്കായിട്ടുള്ള കവറിങ്ങിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുക? സൈറ്റോപ്ലാസും അതുപോലെ തന്നെ ന്യൂക്ലിയർ മെറ്റീരിയലൊക്കെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് പാർട്സ് ആയിട്ട് മാറും. When the condition becomes favorable, the outer covering of the cell breaks open, releasing many tiny cells, each of which grows into a new organism. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ ഈ ഔട്ടർ കവറിങ് ബ്രേക്ക് ചെയ്യുകയും ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള സെൽസും റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സെൽസൊക്കെ എന്ത് ചെയ്യും? ഈ സെൽസൊക്കെ ഓരോ പുതിയ ഓർഗനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലാസ്മോഡിയത്തിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ സെല്ലിന് പുറത്ത് ഒരു തിക്കായിട്ടുള്ള ഔട്ടർ കവറിങ് ഫോം ചെയ്യുന്നു. ദെൻ കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആവുന്ന സമയത്ത് ഈ ഔട്ടർ കവറിങ് പൊട്ടി അതിനുള്ളിലുള്ള സൈറ്റോപ്ലാസോ ന്യൂക്ലിയർ മെറ്റീരിയൽസോ ഒക്കെ ഡിവൈഡ് ചെയ്ത് ഒരുപാട് പാർട്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ സെൽസ് ഒക്കെ എന്ത് ചെയ്യും? ആ സെൽസ് ഒക്കെ റിലീസ് ചെയ്യുകയും ഓരോ സെല്ലും ഒരു പുതിയ ഓർഗനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാസ്മോഡിയത്തിൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്ലനേറിയയും പ്ലനേറിയയിലെ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനിസത്തിൻ്റെ ബോഡി ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ഓരോ പാർട്സും ഒരു പുതിയ ഓർഗനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് റീജനറേഷൻ. ഇനി ബഡ്ഡിംഗ് ആണ്. ഹൈഡ്രയിൽ കാണുന്ന പ്രോസസ്സ് ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനിസത്തിൽ ഒരു ബഡ് പോലെ ഡെവലപ്പ് ചെയ്യും. മദർ ഓർഗനിസത്തിൽ ഒരു ബഡ് ഡെവലപ്പ് ചെയ്യുകയും ആ ബഡ് കംപ്ലീറ്റ്ലി ഗ്രോത്ത് ആയതിനു ശേഷം എന്ത് ചെയ്യും? ആ മദറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഒരു പുതിയ ഓർഗനിസം ആയിട്ട് മാറുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബഡ്ഡിംഗ് എന്ന് പറയാം. ഓക്കെ, ഈസ്റ്റിലും റീപ്രൊഡക്ഷൻ മെത്തേഡ് ബഡ്ഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രയിൽ ഈസ്റ്റിൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ബഡ്ഡിംഗ് ആണ്. പ്ലനേറിയയുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂഷൻ ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിൻ്റെ കണ്ടിന്യൂവേഷൻ, തുടർച്ച നിലനിർത്താനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സാമിന് എന്താണ് റീപ്രൊഡക്ഷൻ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂഷൻ ഓഫ് എ സ്പീഷീസ്. സ്പീഷീസുകളുടെ ഓരോ ജീവികളുടെയും അവയുടെ തുടർച്ച നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദെൻ ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. What is the fundamental difference between the reproductive methods we have discussed so far and the method of reproduction shown in the illustration below? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത റീപ്രൊഡക്ഷൻ മെത്തേഡും ഇവിടെ ഈ പിക്ചറിൽ കാണിച്ച റീപ്രൊഡക്ഷൻ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞ റീപ്രൊഡക്ഷൻ മെത്തേഡ് അല്ല ഇവിടെ കാണിച്ച മെത്തേഡ് അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെയും കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്ലാന്റ്സിലൊക്കെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ സ്റ്റെമ്മ്, അതല്ലെങ്കിൽ റൂട്ട്, അല്ലെങ്കിൽ ലീഫിൽ നിന്നൊക്കെയാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടായത്. പക്ഷേ ഇവിടെ കൊടുത്ത ഈ പിക്ചറിൽ സീഡിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന്, അതായത് സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് അങ്ങനെയുള്ള പാർട്സിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്ന രീതിയെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. സീഡിൽ നിന്ന് പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് എല്ലാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡായിരുന്നു. പക്ഷേ ഈ കാണിച്ച ഫിഗറിൽ തേങ്ങയിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ സീഡിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്കുണ്ട്. എന്നാലും എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമീറ്റുകളുടെ ഫ്യൂഷൻ വരുന്നില്ല. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ റീപ്രൊഡക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അവിടെ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കൂടെ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ, ജസ്റ്റ് ഈ ടേംസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമീറ്റുകളുടെ ഫ്യൂഷൻ നടക്കുന്നില്ല. പക്ഷേ
സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമീറ്റുകളൊക്കെ ഫ്യൂസ് ചെയ്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അതാണ് ഈ രണ്ട് റീപ്രൊഡക്റ്റീവ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സീഡ്സ് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ആണ്. അപ്പം ആ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഹൗ ആർ സീഡ്സ് ഫോംഡ്? ഒബ്സർവ് ദ സ്ട്രക്ചർ ഓഫ് ഫ്ലവേഴ്സ് വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് എ പ്ലാന്റ് ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. നമുക്കറിയാം ഫ്ലവേഴ്സ് ആണ് പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പാർട്ട് ഏതൊക്കെയാണ് അവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാർട്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു പാർട്ടാണ് സ്റ്റിഗ്മ. ഓക്കെ, ആ പാർട്ടിൻ്റെ പേര് സ്റ്റിഗ്മ എന്നാണ്. നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പാർട്സ് ഒക്കെ 7th പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഏറ്റവും ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേര് സ്റ്റിഗ്മ എന്നാണ്. അതിന് തൊട്ട് താഴെയായിട്ട് പോളൻ ഗ്രെയിൻസ് കാണുന്ന, പൂമ്പൊടി കാണുന്ന ആ ഒരു ഭാഗമാണ് ആന്തർ. ഓക്കെ, ദെൻ അതിന് താഴെയായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഓവറി. ഓവറിയുടെ അടിയിലായിട്ട് കാണുന്ന ആ ഗ്രീൻ കളർ ഭാഗമാണ് സെപ്പൽ. അപ്പോൾ സ്റ്റിഗ്മ, ആന്തർ, ഓവറി, സെപ്പൽ, ഇത്രയാണ് റീപ്രൊഡക്റ്റീവ് പാർട്സിൽ വരുന്നത്. ദെൻ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ്, ഒരു പൂവിന് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്സ്, ഏതൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്സ് എന്ന് നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നാണ് പറയുക. ആ പിസ്റ്റിലിൻ്റെ പോർഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു പോർഷനാണ് സ്റ്റിഗ്മ. അതിന് തൊട്ട് താഴെയായിട്ട് സ്റ്റിഗ്മയുടെ ഒരു കണക്ഷൻ പോലെ, ഒരു ട്യൂബ് പോലെ കാണുന്ന ആ ഒരു ഭാഗമാണ് സ്റ്റൈല്. സ്റ്റൈല് വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഏറ്റവും എൻഡിലുള്ള ആ ഭാഗത്തെ പറയുന്ന പേരാണ് ഓവറി. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പാർട്സ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. എക്സാമിന് പിസ്റ്റിലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് ചോദിച്ചാലും തെറ്റിപ്പോകരുത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ തന്നെയാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റിലിൻ്റെ ഭാഗമായിട്ട് വരുന്നത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറിയാണ്. ഇപ്പം നമുക്ക് മനസ്സിലായി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട് എന്ന് മനസ്സിലായി ഇല്ലേ? ഇനി ഈ മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തുന്നത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ റീച്ച് ദ സ്റ്റിഗ്മ? ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് സ്റ്റിഗ്മയിൽ എത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിനേഷൻ. പോളിനേഷനിലൂടെയാണ് ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് എങ്ങോട്ട് എത്തുന്നത്? സ്റ്റിഗ്മയിൽ എത്തുന്നത്. ഓക്കെ, അതെങ്ങനെ നമുക്ക് നോക്കാം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫ്ലവേഴ്സ് ഈസ് ദ സ്റ്റേമൻ. അപ്പോൾ ഫ്ലവേഴ്സിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേമൻ ആണ്. പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ഇൻ ദ പോളൻ ഓഫ് ദ സ്റ്റേമൻ. പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത് ഈ സ്റ്റേമനിലെ പോളനിലാണ്. The process of these pollen grains setting on the stigma of the pistil is called pollination. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ, പിസ്റ്റലിൽ കാണുന്ന സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് വന്ന് ലാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? പോളിനേഷൻ. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് സെറ്റിൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? പോളിനേഷൻ എന്ന് പറയാം. ഓക്കെ, ദ പ്രോസസ് ഓഫ് പോളൻ ഗ്രെയിൻ സെറ്റിലിംഗ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ പിസ്റ്റിൽ ഈസ് കോൾഡ് പോളിനേഷൻ. അങ്ങനെ പഠിച്ചാൽ മതി, ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? പോളിനേഷൻ എന്ന് വിളിക്കുക. സ്റ്റിഗ്മ ആരാണ്? സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പോളിനേഷൻ എന്ന് വിളിക്കും. ഈ പോളിനേഷൻ നടക്കാൻ പല ആളുകളും സഹായിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ സഹായിക്കുന്നുണ്ട്, ഇൻസെക്ട്സ്, ബീസ്, ഹ്യൂമൻസ്, വിൻഡ്, റെയിൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പോളിനേഷന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. സോ ഇവയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? പോളിനേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ആനിമൽസ് ലൈക്ക് ഇൻസെക്ട്, ബേർഡ്സ് ആസ് വെൽ ആസ് വിൻഡ് ആൻഡ് വാട്ടർ ഹെൽപ്പ് ഇൻ പോളിനേഷൻ. അപ്പോൾ ഈ പോളിനേഷൻ നടക്കാനായിട്ട് ആനിമൽസും ഇൻസെക്ട്, വിൻഡ്, വാട്ടർ അതൊക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പോളിനേഷൻ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ
The process of pollen grains settling on the stigma of the pistil, the female reproductive organ, is called pollination. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് വിളിക്കുക. ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്താൻ സഹായിക്കുന്ന കുറേ ഏജൻസ് ഉണ്ട്. ആനിമൽസ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, വിൻഡ്, എയർ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പോളിനേഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പോളിനേഷന് ശേഷം എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പോളിനേഷൻ? പോളിനേഷൻ കഴിഞ്ഞാൽ എന്താണ് ഈ പോളൻ ഗ്രെയിൻസ് സംഭവിക്കുക? എന്താ സംഭവിക്കുക എന്നൊരു എക്സ്പെരിമെന്റിലൂടെ അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷാൽ വി ട്രൈ എ സിമ്പിൾ എക്സ്പെരിമെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചർ? അപ്പോൾ സ്കൂളിൽ ടീച്ചർ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് ലാബിൽ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ട് മെച്യൂർ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ഫ്ലവർ. ഫ്ലവറിൽ നിന്ന് മെച്യൂർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോപ്പ് ദ പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ഓൺ ടു ദ സ്ലൈഡ്, ആഡ് 1 or 2 drops ഓഫ് ഷുഗർ സൊല്യൂഷൻ. അപ്പം നമ്മൾ ആ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുക? ഈ സ്ലൈഡിലേക്ക് പ്ലേസ് ചെയ്യുക. ഒരു സ്ലൈഡിലേക്ക് പ്ലേസ് ചെയ്യുക. അതിലേക്ക് 1 or 2 ഡ്രോപ്പ് എന്ത് ആഡ് ചെയ്യാൻ? ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഷുഗർ സൊല്യൂഷനിൽ സൂക്രോസ് ഉണ്ട്. സൂക്രോസിൻ്റെ പ്രസൻസിലാണ് എന്ത് നടക്കുള്ളൂ? ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യാനായിട്ടാണ് അവിടെ എന്ത് ആഡ് ചെയ്തത്? ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്തത്. ഒബ്സർവ് ദ സ്ലൈഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ആഫ്റ്റർ 3 to 4 hours. അപ്പം നമ്മൾ ഈ ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻസിൽ നിന്നൊക്കെ ഒരു ട്യൂബ് പോലെ വന്നിട്ടുണ്ടാവും. അവിടെ പോളൻ ട്യൂബ് ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, ഈ ഷുഗർ സൊല്യൂഷൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ? പോളൻ ട്യൂബ്സ് ഫോം ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്തത്. സോ ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോ പോളൻ ഗ്രെയിൻസിൽ നിന്നും ഒരു ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ട്യൂബിനെയാണ് പോളൻ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു പിക്ചറാണ് അവിടെ ആ മൈക്രോസ്കോപ്പിൻ്റെ അടുത്ത് സർക്കിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓരോ പോളൻ ഗ്രെയിൻസിലും പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ട് വിത്ത് എ ഡയഗ്രാം ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റ് യു കണ്ടക്ടഡ്. The pollen tube grows from the deposited pollen grains at the stigma towards the ovary. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസിന് എന്ത് സംഭവിച്ചു? ഈ പോളൻ ഗ്രെയിൻസിൽ നിന്നൊക്കെ ഒരു പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്തു. പോളൻ ഗ്രെയിൻസിൽ നിന്നൊരു പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്തു. എങ്ങോട്ടാണ് ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ട്യൂബ്? നമ്മുടെ ഓവറി, സ്റ്റിഗ്മയിലൂടെ ഓവറിയിലേക്ക് എത്താനായിട്ടാണ് എന്ത് ജെർമിനേറ്റ് ചെയ്യുന്നത്? ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു പോളിനേഷൻ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പോയി സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റിഗ്മയിൽ പോയി പോളൻ ഗ്രെയിൻസ് സെറ്റിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആ പോളൻ ഗ്രെയിൻസിൽ നിന്ന് പോളൻ ട്യൂബ് ഉണ്ടാവാൻ തുടങ്ങും. ആ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിലൂടെ ഗ്രോ ചെയ്ത് ഓവറിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ ഓരോ പോളൻ ഗ്രെയിൻസിലും ഒരു ട്യൂബ് ഉണ്ടായതുപോലെയുള്ള സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിച്ചത്. അത് പോളൻ ട്യൂബാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷൻ 18.4 ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറാണ്. ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മുടെ ഒരു കൊറോണ വൈറസിൻ്റെ സ്ട്രക്ചർ പോലെയൊക്കെയാണ് കാണുന്നത്. സ്ട്രക്ചർ suitable for attaching to the bodies of organism that help in pollination. പോളൻ ഗ്രെയിൻസിന് ഈ ഒരു സ്ട്രക്ചർ എന്തിനാന്ന് വെച്ചാൽ പോളിനേഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ്. പോളിനേഷൻ നടക്കാൻ സഹായിക്കുന്ന ഓർഗനിസത്തിൻ്റെ ബോഡിയിൽ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള സ്ട്രക്ചർ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. സോ പോളൻ ഗ്രെയിൻസിൻ്റെ ഈ ഒരു സ്ട്രക്ചർ അതിന് പെട്ടെന്ന് തന്നെ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനാണ്. Structure suitable for attaching to the bodies of organisms that help in pollination. പോളിനേഷൻ സഹായിക്കുന്ന ഓർഗനിസത്തിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാനാണ് പോളൻ ഗ്രെയിൻസിന് ഇങ്ങനെയൊരു സ്ട്രക്ചർ. ഇനി നമുക്ക് നോക്കാനുള്ളത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവിടെ പോളൻ ട്യൂബ് ഉണ്ടാവും നമ്മൾ പഠിച്ചു.
ആ പോളൻ ട്യൂബിനുള്ളിൽ 2 ന്യൂക്ലിയസ് ഉണ്ട്. ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും കാണുന്നുണ്ട്. എന്താണ് ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് നോക്കാം. ദ മെയിൽ ഗാമീറ്റ് ഈസ് ഫോംഡ് ഫ്രം ദിസ്. ഇതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? മെയിൽ ഗാമീറ്റ് ഫോം ചെയ്യുന്നത് ജനറേറ്റീവ് ന്യൂക്ലിയസിൽ നിന്നാണ്. ഇനി എന്താണ് ട്യൂബ് ന്യൂക്ലിയസ്? ഇറ്റ് കൺട്രോൾസ് ദ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ്. ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ഇറ്റ് ഡിസിൻറ്റഗ്രേറ്റ്സ്. അപ്പോൾ എന്താണ് ഈ ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ? ഇതാണ് നമ്മുടെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ് ട്യൂബ് ന്യൂക്ലിയസ്. പോളൻ ട്യൂബിന് വേണ്ട ഗ്രോത്ത് ഫുൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ട്യൂബ് ന്യൂക്ലിയസ് മെല്ലെ ഇല്ലാണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് അവിടെ പോളൻ ട്യൂബാണ് കാണിച്ചിരിക്കുന്നത്. പോളൻ ട്യൂബ് ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് ന്യൂക്ലിയൈ ടു ദ ഓവറി. ന്യൂക്ലിയൈനെ എങ്ങോട്ടേക്ക് എത്തിക്കുക? ഓവറിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ആർക്കുള്ളത്? പോളൻ ട്യൂബിനുള്ളത്. അപ്പം നമ്മളൊരു പോളൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കി. ദെൻ ആ പോളൻ്റെ സ്ട്രക്ചറിൽ ആ പോളൻ ട്യൂബിനുള്ളിൽ 2 ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞു. ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ട്, ട്യൂബ് ന്യൂക്ലിയസും ഉണ്ട്. ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് മെയിൽ ഗാമീറ്റ് ആയിട്ട് മാറുന്നത്. ട്യൂബ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. പോളൻ ട്യൂബിന് വേണ്ട ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഈ ട്യൂബ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഇനി എന്താണ് പോളൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ? പോളൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താ? ന്യൂക്ലിയൈനെ എങ്ങോട്ടേക്ക് എത്തിക്കുക? ഓവറിയിലേക്ക് എത്തിക്കുക. ഹെൽപ്സ് ടു ട്രാൻസ്പോർട്ട് ന്യൂക്ലിയൈ ഇൻ ടു ദ ഓവറി. ന്യൂക്ലിയൈ ഓവറിയിലേക്ക് എത്തിക്കുന്ന ആളാണ് പോളൻ ട്യൂബ്. അടുത്തത് പറയുന്നത് മെയിൽ ഗാമീറ്റ് ആണ്. ദ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡഡ് ഇൻ ടു ഫോം 2 മെയിൽ ഗാമീറ്റ്സ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് മെയിൽ ഗാമീറ്റ് ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞു. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പോളൻ ട്യൂബിൻ്റെ സ്ട്രക്ചർ, ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ്, പോളൻ ട്യൂബ്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ പറഞ്ഞു. ഇനി ഇതിനുള്ളിലായിട്ട് കാണുന്ന ഈ പോളൻ ട്യൂബ് ഇങ്ങനെ വളർന്ന് വന്ന് ഫസ്റ്റ് അത് ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഓവറി. ഓവറിക്ക് അകത്തായിട്ട് കാണുന്ന നെക്സ്റ്റ് ഒരു ലെയറാണ് ഒവ്യൂള്. ഒവ്യൂളിനുള്ളിലായിട്ട് കാണുന്ന ആ ഒരു പോർഷനാണ് ഓവം. അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലായിട്ട് കാണുന്ന ഭാഗമാണ് പോളാർ ന്യൂക്ലിയൈ. അപ്പം ഇത്രയും ഭാഗമാണ് പോളിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്സ്. നോക്കി, അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ വരുന്ന പാർട്ടാണ് ഓവറി, ഒവ്യൂള്, ഓവം, പോളാർ ന്യൂക്ലിയൈ. എക്സാമിന് ചിലപ്പോൾ ഈ ഒരു പിക്ചർ തന്ന് പാർട്സ് ലേബിൾ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഓരോ പാർട്സിൻ്റെയും പേര് വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നാണ് നെക്സ്റ്റ് പറയാനുള്ളത്. നമുക്കപ്പോൾ അതെങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് നോക്കാം. One of the male gametes that reaches the ovule through the pollen tube fuses with the egg cell to form a zygote. അതായത് പോളൻ ട്യൂബിലൂടെ ഒവ്യൂളിലെത്തിയ ഒരു മെയിൽ ഗാമീറ്റ് എന്ത് ചെയ്യുന്നു? ആ ഒരു മെയിൽ ഗാമീറ്റ് എഗ് അല്ലെങ്കിൽ ഓവം, ഓവത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് എഗ്. അപ്പോൾ ഒരു മെയിൽ ഗാമീറ്റ് എന്ത് ചെയ്യുന്നു? എഗ് അല്ലെങ്കിൽ ഓവായിട്ട് ഫ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? സൈഗോട്ടായിട്ട് മാറുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഒരു മെയിൽ ഗാമീറ്റും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ദ സൈഗോട്ട് ഗ്രോസ് ആൻഡ് ബിക്കംസ് എൻ എംബ്രിയോ. ആ സൈഗോട്ടാണ് പിന്നീട് എന്തായി മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഈ എംബ്രിയോ ആണ് പിന്നീട് സീഡായിട്ട് മാറുന്നത്. ഓക്കെ, ദ എംബ്രിയോ ദെൻ ഗ്രോസ് ഇൻ ടു എ സീഡ്ലിംഗ്. ആ എംബ്രിയോ പിന്നീട് സീഡായിട്ട് മാറി ആ സീഡ് മുളച്ചിട്ടാണ് പുതിയൊരു സീഡ്ലിംഗ് അല്ലെങ്കിൽ തൈച്ചെടി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ? ഒരു മെയിൽ ഗാമീറ്റ് എഗ് അല്ലെങ്കിൽ ഓവായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ടായിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു. ഇനി ഒരു മെയിൽ ഗാമീറ്റും കൂടി ഇല്ലേ? ആ മെയിൽ ഗാമീറ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയയുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഒരു മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തോ, ബാക്കി ഒരു മെയിൽ ഗാമീറ്റും കൂടി ഉണ്ട്. ആ മെയിൽ ഗാമീറ്റ് എന്ത് ചെയ്യുന്നു? പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. The second male gamete fuses with the polar nuclei to form the endosperm. അപ്പോൾ രണ്ടാമത്തെ ന്യൂക്ലിയൈ ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? പോളാർ ന്യൂക്ലിയൈ. രണ്ടാമത്തെ ഗാമീറ്റ് ആണ് കേട്ടോ, സോറി ന്യൂക്ലിയൈ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്ത് എൻഡോസ്പേമായിട്ടാണ് മാറുന്നത്. ഓക്കെ, ദ സെക്കൻഡ് മെയിൽ ഗാമീറ്റ് ഫ്യൂസസ് വിത്ത് ദ polar nuclei to form the endosperm.
ദി എൻഡോസ്പേം സ്റ്റോഴ്സ് ദ ഫുഡ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദി എംബ്രിയോ. അപ്പോൾ ഈ എൻഡോസ്പേമിൻ്റെ ഫംഗ്ഷൻ എന്താ? എൻഡോസ്പേം ആണ് ഈ എംബ്രിയോയ്ക്ക് ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ ജനറേറ്റിംഗ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറി. അതിലൊരു മെയിൽ ഗാമീറ്റ് ഓവറിയുടെ ഉള്ളിലെത്തിയിട്ട് എഗ് അല്ലെങ്കിൽ ഓവമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറി. ആ പ്രോസസ്സിനെ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു. ദെൻ നെക്സ്റ്റ് ഉള്ള ഒരു മെയിൽ ഗാമീറ്റ് എന്ത് ചെയ്തു? പോളാർ ന്യൂക്ലിയ ആയിട്ട് കമ്പൈൻ ചെയ്ത് എൻഡോസ്പേമായിട്ട് മാറി. ഈ എൻഡോസ്പേമാണ് എംബ്രിയോയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫെർട്ടിലൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ ഓഫ് എ ട്യൂബ് ന്യൂക്ലിയസ് ആണ്. എന്താണ് ട്യൂബ് ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ? ഇറ്റ് കൺട്രോൾസ് ദ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി പോളൻ ട്യൂബ്. ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ഇറ്റ് ഡിസിൻറ്റഗ്രേറ്റ്സ്. ട്യൂബ് ന്യൂക്ലിയസ് ആണ് പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നത്. പോളൻ ട്യൂബിന് വേണ്ട ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഈ ട്യൂബ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ ഓഫ് പോളൻ ട്യൂബ് ആണ്. എന്താണ് പോളൻ ട്യൂബിന്റെ ഫംഗ്ഷൻ? പോളൻ ട്യൂബ് ആണ് ന്യൂക്ലിയൈനെ ഓവറിയിലേക്ക്, മെയിൽ ഗാമീറ്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയൈനെ ഓവറിയിലേക്ക് എത്തിക്കുന്നത് പോളൻ ട്യൂബാണ്. ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് ന്യൂക്ലിയൈ ഇൻ ടു ദ ഓവറി. അപ്പം ന്യൂക്ലിയൈനെ ഓവറിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ആളാണ് പോളൻ ട്യൂബ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമീറ്റ്സ് ആണ്. എങ്ങനെയാണ് മെയിൽ ഗാമീറ്റ്സ് ഫോം ചെയ്യുന്നത്? ദ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡഡ് ടു ഫോം 2 മെയിൽ ഗാമീറ്റ്സ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ടാണ് 2 മെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവുന്നത് ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ടാണ്. ദെൻ ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ? വൺ ഓഫ് ദ മെയിൽ ഗാമീറ്റ് ദാറ്റ് റീച്ചസ് ദ ഓവ്യൂൾ ത്രൂ ദ പോളൻ ട്യൂബ് ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ ടു ഫോം എ സൈഗോട്ട്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. അതായത് ഒരു മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി മാറുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഗാമീറ്റും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം ആണ്. എങ്ങനെയാണ് എൻഡോസ്പേം ഫോം ചെയ്യുന്നത്? ദ സെക്കൻഡ് മെയിൽ ഗാമീറ്റ് ഫ്യൂസസ് വിത്ത് ദ പോളാർ ന്യൂക്ലിയൈ ടു ഫോം ദി എൻഡോസ്പേം. സെക്കൻഡ് മെയിൽ ഗാമീറ്റ് എൻഡോസ്പേമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് എൻഡോസ്പേമായിട്ട് മാറുന്നത്. ഈ എൻഡോസ്പേം ആണ് എംബ്രിയോയ്ക്ക് വേണ്ട ഫുഡ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫെർട്ടിലൈസേഷനിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ പാർട്സ്, എന്താണ് പോളിനേഷൻ, എന്താണ് ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.